ഇന്ദ്രൻ ചേട്ടനും മുരളി ഗോപിയും ഈ രണ്ട് പേരുകളാണ് ഈ ഒരു ട്രെയിലർ കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം എന്ന് പറയുന്നത്. കാരണം രണ്ടുപേരുടെയും സിനിമകൾ ഞാനിപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. മുരളി ഗോപിയുടെ സിനിമകൾ, ആ സിനിമകളെ ഏറ്റവും തീവ്രമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു എലമെൻ്റാണ്. അതുപോലെ ഇന്ദ്രൻ ചേട്ടൻ്റെ ഈ അടുത്ത് വന്നിട്ടുള്ള സിനിമകളും അതിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളും അത് എപ്പിക്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നു എന്ന് ഞാൻ തമ്പനയിൽ ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഈ ട്രെയിലർ കാണാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് കനകരാജ്യം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു നോക്കാം. പുതിയ കഥ വല്ലതും ഉണ്ടോ സാറിന്? പറയാം. ഞാൻ ആ 95-96 കഥയൊക്കെ പറയാമെന്ന് വിചാരിച്ചാ. അത് പറയണം സാർ. പറ്റിയത് സിനിമയാക്കണം സാർ. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന എനിക്ക് പട്ടാളക്കാരനാവണമെന്ന് മോഹം പുറത്തു പറയാൻ പേടിയായിരുന്നു. ഈ സെക്യൂരിറ്റി പണിയൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ? അതെ സാർ. 3-4 ഷട്ടറൊക്കെ ഉള്ള ജ്വല്ലറിക്ക് കാവൽ നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ജവാന്റെ അഭിമാനമായിരുന്നു എനിക്ക്. ഇന്ദ്രൻ ചേട്ടൻ പറയുമ്പോൾ ഒരു ഫീലും വേറെ. പിന്നെ അമ്മയ്ക്ക് എന്തോ വേണേട്ടൻ്റെ അടുത്ത് സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുവായിരുന്നു. നമുക്ക് നമ്മുടെ കല്യാണം വെച്ച് ഇവിടെ വെച്ച് നടത്തിയാലോ? കോളേജിലോ ചെലവുണ്ട്. പിന്നെ സദ്യ വേണ്ട, ബിരിയാണി മതി. മിലിറ്ററി ഇയാളോ? ആര് പറഞ്ഞു രാമേട്ടൻ മിലിറ്ററി അല്ലാതെ? 20 വർഷമായിട്ട് രാമേട്ടൻ മിലിറ്ററിയിലുള്ള ആളാ. ഓക്കെയാണ് സാർ. അത് താനാണോ തീരുമാനിക്കുന്നത്? കാര്യം പറയാനുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ എത്ര ബിസിനസ് നടത്തി. എടാ, എവിടെയെങ്കിലും നീ ഒന്ന് പച്ച പിടിച്ചു? സ്വർണ്ണക്കുറിക്ക് വേണ്ടിട്ട് പോയ ജ്വല്ലറി ഇല്ലേ, നമുക്ക് അവിടെ ചേരണ്ടേട്ടാ. ഞാനല്ലേ സെക്യൂരിറ്റിയുടെ യൂണിഫോം ഇടാൻ അർഹനല്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തനിക്ക് വേറെ നിവൃത്തിയില്ലാത്ത. ഇത് എങ്ങനെ ശരിയാക്കാനാ വേണം? എനിക്ക് ആ കാശ് തിരിച്ചു കൊടുക്കണം സാർ. എനിക്ക് ആ CCTV വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. ഇതൊന്നും അവിടെ ഇവിടെ കാര്യമില്ല. എനിക്ക് വേറെ വഴിയില്ല മോഹൻ സാർ. സ്റ്റോറി ഏകദേശം ഒരു കഥ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും വരുന്നുണ്ട്. ഫോൺ കട്ടായി പോയി. ഇത് റിയൽ നടന്ന ഇൻസിഡന്റ് ആണ്. ട്രെയിലറിൻ്റെ ലാസ്റ്റ് ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെയോ റിയൽ നടന്ന ഏതോ ഒരു ഇൻസിഡൻറ്റ് കണക്ട് ചെയ്ത പോലെയൊക്കെ തോന്നി. ട്രെയിലറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാൻ തോന്നുന്നത് ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടിട്ടുള്ള ഒരു ഫീലുണ്ട്, അതുപോലത്തെ ഒരു ട്രെയിലർ. പിന്നെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കഥയുടെ ഒരു രൂപമൊക്കെ കിട്ടുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വളരെ രസമുള്ളൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അവതരണം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം, ആ ഒരു ഡയലോഗ് ഡെലിവറി, അത് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഫീല് അത് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ അദ്ദേഹം അത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്, നമുക്ക് കണ്ടുകൊണ്ട് ഇരിക്കാൻ തോന്നും. സത്യം പറഞ്ഞാൽ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് ഇന്ദ്രൻ ചേട്ടൻ്റേത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രം ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു സെക്യൂരിറ്റി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നത് ഒരു പട്ടാളക്കാരൻ രാജ്യം കാക്കുന്ന ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ജ്വല്ലറി മാത്രമല്ല, ആ ഒരു പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ തന്നെയാണ് പോകുന്നത്. പ്രൊട്ടക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നും ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രം ആ പ്രദേശം പ്രൊട്ടക്റ്റ് ചെയ്യാനോ എന്ന്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപത്തെ വെച്ചിട്ട് നമ്മളെല്ലാവരും കണക്ക് കൂട്ടുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ നാട്ടുകാരുടെ ഒരു ഒപ്പീനിയനൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു പരിസര പ്രദേശത്ത്, അല്ലെങ്കിൽ ആ ഒരു നാട്ടുപ്രദേശത്ത്. പിന്നെ മുരളി ഗോപിയുടെ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് പോകുന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ്. വളരെയധികം ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് ലോണുകൾക്ക് വേണ്ടി മറ്റും പുള്ളി കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായതോ, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുക എന്നത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു മോഷണം നടത്തുക എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് നമ്മളെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ ട്രെയിലർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അദ്ദേഹം മോഷണം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഒരു വക്കിൽ വരെ എത്തിയിട്ടുണ്ടാവും. എന്തായാലും ആ പ്രദേശത്ത് ഇന്ദ്രൻ ചേട്ടൻ്റെ കാവലിൽ നിൽക്കുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബിളി ഒരു മോഷണം നടക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് ചുരുളഴിക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. അതാണ് ഈ സിനിമ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും അതുപോലെ തന്നെ ആ കേസ്, അല്ലെങ്കിൽ അദ്ദേഹം അകപ്പെട്ടു പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് മുരളിഗോപിയുടെ കഥാപാത്രം വരുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായിരിക്കും ഇതിന് കാരണമായി തീരുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും ഇതിൽ പെട്ടുപോകുന്നുണ്ടാവും.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമ ആയിരിക്കും ഇത്. ബിക്കോസ് ഈവൻ തോ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെ ആണെങ്കിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം അതിലുണ്ടാവണം. ഒരു കേസ് അന്വേഷണത്തിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെയൊക്കെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും ഇതെന്ന് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. എൻഡിങ് മിക്കവാറും ഒരു ഫീൽ ഗുഡ് തന്നെ ആയിരിക്കും. പേഴ്സണലി എനിക്ക് ടച്ച് ചെയ്ത ഇതിലെ ഒരു സംഭവം, ഒരു രംഗം എന്ന് പറയുന്നത്, ഇതിലെ ഇന്ദ്രൻ ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം അദ്ദേഹത്തിന് തടസ്സമായി എന്നുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് NCCയിൽ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു, കുറേ കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. അതിൽ ഒരു കുട്ടി എൻ്റെ കൂട്ടുകാരനാണ്, അവനും എഴുന്നേറ്റ് നിന്നു. പക്ഷേ അവനെ സെലക്ട് ചെയ്തില്ല. കാരണം അവന് ഉയരം കുറവായിരുന്നു, മെലിഞ്ഞതായിരുന്നു. എന്നെ സെലക്ട് ചെയ്തത് വലിയ സംഭവമായതുകൊണ്ടല്ല, പക്ഷേ കൂട്ടത്തിൽ തമ്മിൽ ഭേദം എന്നുള്ള രീതിയിൽ ഞാൻ അക്കൂട്ടത്തിൽ അങ്ങ് സെലക്റ്റഡ് ആയിപ്പോയി. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ സെലക്റ്റഡ് ആയില്ല. അവനന്ന് ഒരുപാട് കരഞ്ഞു. പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം അവൻ ഉയരം വെച്ചു, ആരോഗ്യം വെച്ചു. അവൻ എന്നെക്കാളും എന്താ പറയുക, ഒരു സെറ്റായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ സെലക്ഷനിൽ ഇനി വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ഔട്ടാവും, അവനായിരിക്കും ഇന്നാവാൻ പോകുന്നത്. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ, അവൻ കരഞ്ഞ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഫിസിക്കലി വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബിലും കാര്യങ്ങളിലുമൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ലൈഫിലെ മറ്റു പല ഘട്ടങ്ങളിലും ഇത്തരത്തിലെ കാര്യങ്ങൾ കൊണ്ട് പല ലിമിറ്റേഷൻസ് നേരിടുന്നവരുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പരിഹാസങ്ങൾ നേരിടുന്നവരുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ ഒരു കാര്യത്തെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.